ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിന്റെ 60ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 60/23 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റ് ആയിരുന്നു, കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ്, ജൂനിയർ ക്ലർക്ക്, അങ്ങനത്തെ ഒരു പോസ്റ്റിന്റെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ മാത്സിലേക്ക് പോകാം. നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്, തന്നിരിക്കുന്ന ചോദ്യത്തിൽ പ്ലസ് എന്നത് മൈനസ് എന്നാൽ, ഇൻറ്റു എന്നത് ഡിവിഷനാണ്, പിന്നെന്താ മൈനസ് എന്നത് പ്ലസ് എന്നാണ്, ഡിവിഷൻ എന്നത് ഇൻറ്റു എന്നായാൽ താഴെ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ അവരൊരു മൈനസ് തന്നിട്ടുണ്ട്. -576 -446 +30 -52. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് എന്നത് എന്താണ്, പ്ലസ് ആണ്. സോ മൈനസ് എന്നുള്ളത് എന്താക്കണം, പ്ലസ് ആക്കണം. അപ്പൊ ഇത് എന്താകും, +576 എന്നാകും. ഇവിടെ എന്താണ്, മൈനസ് പ്ലസ് ആകുമ്പോൾ +46 ആകും. പ്ലസ് എന്നത് മൈനസ് ആണ്, സോ ഇവിടെ -30 വരും. മൈനസ് എന്നത് പ്ലസ് ആണ്, +52 എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താക്കി, റീഅറേഞ്ച് ചെയ്ത് ഈ ഫോമിലോട്ടാക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് അറിയാവുന്ന, ഇവിടെ വേറെ ഇൻറ്റും മൈനസും ഒന്നും ഇല്ല തന്നിരിക്കുന്നതിൽ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ചെയ്താൽ മതി. 576 + 46 + 52 -30 എന്ന് വരും. ആൻസർ വരേണ്ടത് 674 - 30 എന്ന് വരും. ഇവിടെ ആൻസർ എത്രയാണ് വരേണ്ടത്, 644 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എ പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമാന്തര ശ്രേണിയാണ്. 21ാം പദത്തിന്റെയും 30ാം പദത്തിന്റെയും അനുപാതം 3:4 ആണ്. 21 എന്ന് പറയുന്നത് A21ന്റെയും A30ന്റെയും എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അനുപാതം, റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. നമുക്കതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, 3/4 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നോക്കിക്കേ, ഇവിടെ നമുക്കിതിനെ എന്ത് ചെയ്യാം, A21നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, റീപ്ലേസ് ചെയ്യാം. A+20D നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് nth ടേം എന്ന് പറയുന്നത് എന്താണ്, A+n-1 × D ആണ്. അതായത് A10ാമത്തെ പദം എന്ന് പറഞ്ഞാൽ A+9D ആണ്. A100 എന്ന് പറയുന്നത് എന്താണ്, A+99D ആണ്. അല്ലെ, ജസ്റ്റ് ഒന്ന് കുറച്ച് എഴുതിയാൽ മതി ഡി ആയിട്ട്. അപ്പൊ ഇവിടെ A+20D ആണ്. ഡിവൈഡഡ് ബൈ A30 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, A+29D എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന 3/4 എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഡയറക്റ്റ് അങ്ങ് ക്രോസ് ചെയ്യാൻ നമുക്ക്. A+20D എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, 4 × A+20D = 3 × A+29D എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്കറിയാം 4 × A 4A ആണ്, +20 × 4 എന്ന് പറയുന്നത് 80D ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3A + 29 × 3 എന്ന് പറയുമ്പോൾ 87D എന്ന് വരും. നമുക്ക് നേരെ എയും ഡിയും ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവരാം. അപ്പം 4A - 3A എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 87D - 80D എന്ന് വരും. അതായത് 4A ന്ന് 3A കുറക്കുമ്പോൾ A കിട്ടും, A = 7D എന്ന് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഓക്കെ, അപ്പൊ അത്രയും ഓക്കെ ആയിട്ടുണ്ട്. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആദ്യത്തെ 10 പദങ്ങളുടെയും ആദ്യത്തെ 30 പദങ്ങളുടെയും ആകെ തുകയുടെ അനുപാതമാണ് വേണ്ടത്. അപ്പൊ സം എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ ആയിട്ട് വരേണ്ടത്, n/2 × 2A + n-1 × D എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്ത് വരും, SN ആദ്യം നമുക്ക് വേണം എന്താണ്, S10ന്റെയും ആദ്യത്തെ S31 അല്ലെ. അപ്പൊ S31ന്റെയും അംശബന്ധം, അനുപാതം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്ര വരണം, n/2 എന്ന് പറയുമ്പോൾ എന്ത് വരും, 10/2 എന്ന് വരും അല്ലെ. 10/2 ഇവിടെ എന്താണ്, ഇതിന് നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ, അനുപാതം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഏതൊരു സംഖ്യ കൊണ്ട് അതിന്റെ ഇങ്ങനെ എഴുതി വെക്കാം, S10 = S31. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 10/2 ഇവിടെ എന്താണ്, 2A 2A + n-1 എന്ന് പറയുമ്പോൾ 9D. അതിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. S31 എന്ന് പറയുമ്പോൾ എന്ത് വരും, 31/2 × 2A + 30D എന്ന് വരും. ഓക്കെ, ഇത് എത്രയെന്നാണ് ചോദിക്കുന്നത്. 10/2 എന്ന് പറയുമ്പോൾ 5 വരും. 5 × 2 × ഇവിടെ എയുടെ പ്ലേസ് നമുക്കിവിടെ എന്ത് എഴുതാം, നമ്മളൊരു 7D കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, 7D + 9D എന്ന് വരും.
റേഷ്യോ എന്താണ് പറയുന്നത്? 31/2 ഇൻറ്റു 2 ഇൻറ്റു 7D പ്ലസ് 30D എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? 5 ഇൻറ്റു 7 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 14D പ്ലസ് 9D എന്ന് വരും. റേഷ്യോയിൽ എന്താ പറയുന്നത്? 31D ബൈ, ഇനി എന്താണ് 31/2 ഇൻറ്റു 14D പ്ലസ് 30D എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇവിടെ ഇനി എന്താണ് വരേണ്ടത് നോക്കിക്കേ. 5 ഇൻറ്റു 14D ഇൻറ്റു 9D എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എത്ര വരും? പ്ലസ് അല്ലേ. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 23D എന്ന് വരും. റേഷ്യോ ഇവിടെ എത്രയാണ് വരേണ്ടത്? 31/2 ഇൻറ്റു 14Dയും 30Dയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 44D ആണ്. ഓക്കെ, ഇനി എന്താണ് 5 ഇൻറ്റു 23 എന്ന് പറയുമ്പോൾ 115D ആണ്. റേഷ്യോ ഇവിടെ എന്താണ്? ഇത് രണ്ടിൽ കട്ടായി പോകും. എത്ര തവണ? 22 തവണ. 31 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ 682D എന്ന് കിട്ടും. D രണ്ടിടത്തും കട്ടായി പോകും. സോ റേഷ്യോ എന്ന് പറയുന്നത് 115:682 ആണ്. ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ, ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ചെയ്തും കൂടി നോക്കണേ. നെക്സ്റ്റ് പറയുന്നത് 125 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ മണിക്കൂറിൽ 30 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അത് പ്ലാറ്റ്ഫോമിലെ ഒരു വിളക്കുമരം എപ്പോൾ കടക്കുമെന്നാണ് ചോദിക്കുന്നത്. വിളക്കുമരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്? അതൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? അതൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. സോ നമുക്കവിടെ ഡയറക്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നീളം അല്ലെങ്കിൽ എന്താണ് ദൂരം എന്ന് പറയുന്നത് എന്തെടുക്കണം? ആ ട്രെയിനിന്റെ നീളവും ആ പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടി കൂട്ടണം. പക്ഷെ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് ഒബ്ജക്റ്റ്, ഒരു വിളക്കുമരം, ഒരാളെ കടന്നു പോകാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ നീളം മാത്രം എടുത്താൽ മതി. അപ്പൊ 125 മീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. ഇനി തന്നിരിക്കുന്നത് വേഗതയാണ്. വേഗത എന്ന് പറയുന്നത് 30 km/h ആണ്. ഇവിടെ തന്നിരിക്കുന്നത് മീറ്ററിലും ഇവിടെ തന്നിരിക്കുന്ന കിലോമീറ്ററിലുമാണല്ലോ. 2 യൂണിറ്റ് പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന km/h m/s എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ എന്തുകൊണ്ട് ഗുണിക്കണം? ചെറിയ 5 കൊണ്ട് ഗുണിക്കുക, 18 കൊണ്ട് ഹരിക്കുക. തിരിച്ചാണെങ്കിലോ 18/5 കൊണ്ട് ചെയ്യുക. ഇത്രയും m/s ആണ് വേഗത എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കുന്നത് സമയമാണല്ലോ. അപ്പൊ സമയം എന്ന് പറയുന്നത് എന്താണ്? ദൂരത്തെ വേഗത കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്. നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ D ഉണ്ട്, ഇവിടെ T ഉണ്ട്, ഇവിടെ S ഉണ്ട്. ദൂരം കണ്ടുപിടിക്കാൻ ടൈം ഇൻറ്റു സ്പീഡ് ആണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ദൂരം എന്ന് പറയുന്നത് 125 ആണ്. വേഗത എന്ന് പറയുന്നത് 30 ഇൻറ്റു 5/18 എന്ന് വരും. അതായത് 125 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 5. 18 നേരെ മുകളിലോട്ട് പോകും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കളയാലോ. എന്തൊക്കെ കൊണ്ട് കട്ട് ചെയ്യാം? ഇവിടെ നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 6 3 18. ഇവിടെ എത്രയായിരിക്കും? 6 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 വരും അല്ലേ? ഇവിടെ 125ഉം I5 125 ആണ്. അപ്പൊ ഇവിടെ അതായിട്ട് കട്ട് ചെയ്യുമ്പോൾ 5 തവണ വരും. 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15 സെക്കൻഡ് ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നിശ്ചിത വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ 10 വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് 45 ആണ്. എന്നിരുന്നാലും 10 വിദ്യാർത്ഥികളിൽ 4 പേർക്ക് ശരാശരി മാർക്ക് 45 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ അതായത് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിലെ കുറെ കുട്ടികളുടെ മാർക്കാണ് തന്നിരിക്കുന്നത്. അതിൽ ആകെ മാർക്ക് എന്ന് പറയുന്നത് 10 ഇൻറ്റു 45 ആണ് ആകെ മാർക്ക് എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം 10 കുട്ടികളുടെ ശരാശരി എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആകെ എന്ന് പറയുന്നത് എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി ഇവർ രണ്ടാമതൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. 4 കുട്ടികളുടെ മാർക്ക്, നമുക്കൊന്ന് 4 കുട്ടികളുടെ മാർക്ക് കണ്ടുപിടിച്ച് നോക്കാം. 4 കുട്ടികളുടെ ശരാശരി എടുത്താലും അതും 45 ആണ്. സോ അവരുടെ മാർക്ക് എന്ന് പറയുന്നത് 180 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാക്കിയുള്ള 6 കുട്ടികളുടെ ശരാശരിയാണ്. അപ്പൊ ബാക്കി എത്രയാണ് വരേണ്ടത്? 6 കുട്ടികളുടെ ശരാശരി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ മൊത്തം അതായത് പറയാണ് 10 കുട്ടികളുടെ ശരാശരി ആകെ മാർക്ക് 450 ആണ്. അതിൽ 4 കുട്ടികളുടെ ശരാശരി 180 ആണെങ്കിൽ 6 കുട്ടികളുടെ മാർക്ക് ആകെ മാർക്ക് എന്ന് പറഞ്ഞ് ഇത് തമ്മിൽ കുറച്ച് നോക്കിയാൽ മതിയല്ലോ. ഒരു ക്ലാസ്സിൽ മൊത്തം 10 പിള്ളേരുണ്ട്. 10 പിള്ളേരുടെ
മൊത്തം മാർക്ക് 450. 4 കുട്ടികളുടെ മാർക്ക് 180. സോ ബാക്കി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ മൈനസ് ചെയ്താൽ മതി. ഇവിടെ 6 കുട്ടികളുടെ ആകെ എന്ന് പറയുമ്പോൾ ഇവിടെ 480 നിന്ന് 180 മൈനസ് ചെയ്യുമ്പോൾ 270 കിട്ടും. ഇതാണ് ആകെ മാർക്ക് 6 കുട്ടികളുടെ. ഇനി അവരുടെ ശരാശരി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന 270നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും. അവരുടെ ബാക്കിയുള്ള 6 പേരുടെ ശരാശരി ചോദിച്ചാലും അതും എത്രയാണ്? 45 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ഒരു കടയുടമ 10% ലാഭത്തിൽ ഒരു സാധനം വിൽക്കുന്നു. ഓക്കെ, 8% കുറച്ച് വാങ്ങി 8 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 20% ലാഭം കിട്ടുമായിരുന്നു എങ്കിൽ സാധനത്തിന്റെ വില എത്ര? അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കറിയാം 100 രൂപയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. 100 രൂപയാണ് സാധനത്തിന്റെ വില എന്ന് വിചാരിച്ചോ. 10% ലാഭത്തിൽ വിറ്റെന്ന് പറയുമ്പോൾ അയാൾ എത്ര രൂപയ്ക്കാണ്? 110 ഇതിനാണ് അയാൾ വിൽക്കുന്നത്. 110 രൂപയാണ് അയാൾ വിൽക്കുന്നത്. 8% കുറയ്ക്കണം. 8% കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ എന്ത് വരും? 8% കുറവ് എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ്? 100ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ അത് എത്രയാകും? 92 രൂപയാകും. ഓക്കെ, 92 രൂപയ്ക്കാണ് അയാൾ 92 രൂപയ്ക്ക് തന്നെ 8% കുറച്ച് 8 രൂപ കൂട്ടിയിരുന്നെങ്കിൽ ലാഭം 20% ആയേനെന്ന്. അതായത് ഈ 92 രൂപയുടെ 20% നമുക്ക് നോക്കണം. 92ന്റെ 20% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 92 × 20/100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18.4 കിട്ടും. ഓക്കെ, ഇനി അയാൾ പറയുന്ന എന്താണ്? 92 രൂപയോട് അയാൾക്ക് ഈ 18.4% എന്ത് കിട്ടുന്നുണ്ട്? 18.4 രൂപയാണ് അയാളുടെ ലാഭം. 20% ലാഭം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 18.4 കിട്ടും. അത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 110.4 രൂപ. ഇനി പറയുന്നത് ഈ 110.4 ആയേനെ എങ്ങനെയായിരുന്നെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് 110 രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് 110.4 ഇതിന്റെ വ്യത്യാസം എത്രയാണ്? 0.4 ഇതിന്റെ വ്യത്യാസം. ഈ 0.4 എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന 8 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നോർമൽ ഈ ഒരു വ്യത്യാസം കണ്ടോ? 8 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് ഇങ്ങനെ കിട്ടിയേനെ. അതായത് ഈ 0.4 എന്ന് പറയുന്നതാണ് 8 രൂപ. അങ്ങനെയാണെങ്കിൽ 100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. ഓക്കെ, ഇങ്ങനെയല്ലേ നമുക്ക് വരേണ്ടത്? 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുമ്പോൾ 100 × 8 എന്ന് വരും. അത് ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ നേരെ ബൈ 0.4 എന്ന് വരും. ഓക്കെ, അതായത് ആൻസർ വരേണ്ടത് 2000 രൂപയാണ്. ഒന്നുകിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് തിരിച്ച് ചെയ്യാം. അതായത് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം 100 ആയിരുന്ന കാര്യം അത് എത്രയായിട്ട് മാറി? 110 രൂപയാക്കി മാറി. 10% കൂട്ടി. ഇനി അയാൾ എന്താണ് പറയുന്നത്? 8% കുറയ്ക്കണം. 8% കുറച്ച് 92 ആയി. 8 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 20% ലാഭം. അതായത് ആ കുറച്ച വിലയുടെ 20% കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ 20% എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 18.4 ആണെന്ന്. അതായത് അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ പറയുന്ന 110.4 എന്ന് പറയുന്നത്. ഈ വ്യത്യാസമാണ് 8 രൂപ. അതായത് 0.4 ആണ് ഈ പറയുന്ന 8 രൂപ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര ടെസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ന്യൂഡൽഹിക്കുള്ള യാത്രയിൽ ഒരു ട്രെയിൻ ഓരോ 50 മിനിറ്റിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടുന്നു. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരാളോട് പറഞ്ഞു, ട്രെയിൻ 20 മിനിറ്റ് മുമ്പ് പുറപ്പെട്ടു. അടുത്ത ട്രെയിൻ 10:25 എത്തുമെന്ന്. അപ്പൊ നെക്സ്റ്റ് ട്രെയിൻ വരുന്നത് എപ്പോഴാണ്? നെക്സ്റ്റ് ട്രെയിൻ 10:25 എത്തുമെങ്കിൽ 50 മിനിറ്റിലാണല്ലോ പോകേണ്ടത്. അപ്പൊ തൊട്ട് മുമ്പത്തെ 50 മിനിറ്റ് മുമ്പായിരുന്നു ആ ട്രെയിൻ അതിന് മുമ്പ് പോയത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ആദ്യത്തെ ട്രെയിൻ പോയ സമയം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 50 മിനിറ്റിൽ നിന്ന് കുറച്ചാൽ മതി. 10:25 നിന്ന് നമുക്ക് 50 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 50 മിനിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9:35 കിട്ടും. ഓക്കെ, 9:35 എന്ത് പോയത്? ഫസ്റ്റ് ട്രെയിൻ പോയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ട്രെയിൻ 20 മിനിറ്റ് മുമ്പ് പുറപ്പെട്ടു എന്ന് അയാളോട് പറയുവാണ്. അപ്പൊ ഞാനിപ്പോ പറയുവാണ് ഞാൻ 10 മിനിറ്റ് മുമ്പ് ഇവിടുന്ന് ഒരാൾ പോയി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സമയമല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അയാൾ പോയത് 10 മണിക്കാണെന്ന് കിട്ടി. അപ്പൊ 10 മിനിറ്റ് മുമ്പാ പോയെന്ന് പറഞ്ഞാൽ അയാൾ ചോദിച്ച സമയം എത്ര മണിക്കായിരിക്കും? 10:10 അതേപോലെ തന്നെ 20 മിനിറ്റിന് ശേഷമാണ് അയാൾ പറയുന്നത്. അതായത് ഇതിനോട് 20 കൂട്ടിയാൽ മതി. സോ അയാൾ ചോദിച്ച സമയം എന്ന് പറയുന്നത് 9:55 അയാൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനോട് നമ്മൾ ചോദിക്കുന്ന സമയമാണ് ചോദിച്ചത്. അത് എത്രയാണ്? 9:55.
രാജു വീട്ടിൽ നിന്നും ഇറങ്ങി തെക്കോട്ട്. ആദ്യം തെക്കും വടക്കൊക്കെ വരച്ചു വെക്കാമല്ലോ നമുക്ക്. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ആദ്യം എങ്ങോട്ട് പോയി? നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തെക്കോട്ട് പോയി. അപ്പൊ ഇതാണ് നമ്മുടെ വീടെങ്കിൽ ഇവിടെ നിന്ന് നേരെ തെക്കോട്ട് പോയി. എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ തെക്കോട്ട് പോയി. അതിനുശേഷം വലത്തോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലോക്ക് വൈസ് ആണ്. വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയിട്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ വീണ്ടും പോയി. ഇതിനുശേഷം വീണ്ടും എങ്ങോട്ട് തിരിയുന്നുണ്ട്? ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. നേരെ വീട്ടിലെത്താൻ എത്ര കിലോമീറ്റർ നടക്കണം? ഇപ്പൊ ആളത് ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് എത്താൻ എത്ര വേണം? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ ടോട്ടൽ എത്ര വരും? 7 കിലോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന അക്ഷരപരമ്പരയുടെ അടുത്ത പദം എന്തായിരിക്കും? നോക്കാം നമുക്ക്. CAW HFT MKQ RPN. ഇവിടെ നോക്കിക്കേ, ഈ സി കഴിഞ്ഞിട്ട് എച്ചിലേക്ക് എത്താനായിട്ട് എന്താണ് കൂട്ടിയിരിക്കുന്നത്? 5 കൂട്ടും. DEFGH 5 കൂട്ടിയാണ്. ഇവിടെയും 5 കൂട്ടും, ഇവിടെയും 5 കൂട്ടി, ഇവിടെയും 5 കൂട്ടണം. അപ്പൊ 6 കഴിഞ്ഞിട്ട് +5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ വരും? STUVW ആണ്. അപ്പൊ W ആണ് നമുക്ക് ആദ്യത്തെ വരേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്ത നമ്പറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് W ആണ്. അപ്പൊ നേരെ നോക്കി, ഇത് രണ്ടും അങ്ങ് വെട്ടിക്കും. ഇനി അടുത്ത നോക്കിക്കേ, U ആണ് രണ്ടാമത് തന്നിരിക്കുന്നത്. സോ നമുക്കിനി അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റത്തെ റിലേഷൻ നോക്കിയാൽ മതി. ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഉണ്ടോ? -3 ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് ഇവിടെയും -3 ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ എത്താൻ -3 ചെയ്തു. അതിന് ഇങ്ങോട്ടേക്ക് എത്താൻ എന്ത് ചെയ്യണം? -3 ചെയ്യണം. എന്നിൽ നിന്ന് -3 ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത്? K അല്ലേ? KLMN അല്ലേ? അപ്പൊ -3 ചെയ്യുമ്പോൾ K1. അപ്പൊ K ലാസ്റ്റ് വേണം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അങ്ങനെ നമ്മൾ നോക്കണം. എല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് നോക്കണം. ഈ ക്വസ്റ്റിനും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്സിലെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് പോകാം നമുക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദേ ആർ കമ്മിങ് ടു ദ പാർട്ടി. അവരെന്താണ്? പാർട്ടിക്ക് അല്ലേ? അപ്പൊ ഇവിടെ ദേ ആർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എന്ത് വേണം? ഈ തന്നിരിക്കുന്നത് പോസിറ്റീവിലാണ്. സോ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കണം. ആറാണ് തന്നിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമുക്കത് അറിയാം എന്തായിരിക്കും? ആറിന്റെ ദേ ആണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നമുക്ക് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഓൾറെഡി ലെഫ്റ്റ്. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 കാര്യങ്ങൾ നടന്നു. രണ്ടും എന്താണ്? കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എന്തായിരുന്നു? ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ പറയുന്നുണ്ട് ആദ്യം നടന്ന കാര്യം എന്താണ്? ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യം നടന്ന കാര്യം എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം വേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്ത് വേണം? ഒരു ഹാഡ് വേണം. നോക്കിക്കേ, ഹാഡ് ഉള്ളത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എപ്പോഴും ഈ ഒരു കണ്ടീഷൻ പറയാനായിട്ട് നമ്മൾ പഠിക്കുന്നത് തന്നെ അല്ലേ? ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു ദ കമ്പാരറ്റീവ് ഡിഗ്രി. കമ്പാരറ്റീവ് ഡിഗ്രി നമുക്കറിയാം എന്തൊക്കെയാണ് ആദ്യം വരേണ്ടത്? പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. പോസിറ്റീവ് ഉണ്ട്, കമ്പാരറ്റീവ്. കമ്പാരറ്റീവ് ഡിഗ്രി പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോട്ടർ ദാൻ, ഷോർട്ടർ ദാൻ, അല്ലെ കോൾഡർ ദാൻ അല്ലെ? ആ ഒരു കണക്ഷൻ വരുന്നത് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ്. അപ്പൊ ഇവിടെ ഹോട്ടർ ആ ഒരു കണ്ടീഷൻ വരുന്നത് ഏതാണ്? ഇതല്ല ഇതുമല്ല എന്ന് മനസ്സിലായി. ഇവിടെ എന്താണ്? ഇനി ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് ഏപ്രിൽ ഈസ് എ ഹോട്ടർ മന്ത് ഓഫ് ദ ഇയർ. നമുക്ക് കമ്പയർ ചെയ്യണം. കമ്പാരറ്റീവ് ഡിഗ്രി വരുമ്പോഴേക്കും ദാൻ കണക്ട് ചെയ്യണം. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏപ്രിൽ ഈസ് ഹോട്ടർ ദാൻ ഓൾ അതർ മന്ത് ഓഫ് ദ ഇയർ അല്ലേ? ഏപ്രിൽ ആണ് എന്താ? മറ്റേ എല്ലാ മാസങ്ങളെക്കാളും. അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണ്. എല്ലാ മാസങ്ങളെക്കാൾ ചൂട് കൂടുതൽ എവിടെയാണ്? ഏപ്രിൽ ആണെന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഐ ഫിൽ അപ്പ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ആണ്. പ്രിഫർ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അവിടെ ടു ആയിരിക്കും. ഐ പ്രിഫർ കോഫി ടു ടീ ആണ്. കമ്പാരറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ എന്താണ് എപ്പോഴും പ്രിഫറിന് ശേഷം എന്ത് വരും? നമ്മൾ ടു ആണ് ഉപയോഗിക്കേണ്ടത്. ജൂനിയർ ഉണ്ട്, ജൂനിയർ, സീനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, അങ്ങനെ എല്ലാ ഈ ഉണ്ട് ജൂനിയർ ടു, സീനിയർ ടു, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എല്ലാത്തിലും നമുക്ക് എന്ത് വേണം? ടു ആണ് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? ജൂനിയർ, സീനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, പ്രിഫർ. എല്ലാത്തിനു ശേഷവും എന്ത് വേണം? ടു വേണം.
Fill up the correct tense of the verb given in the bracket. What would the girl do if she dash the train? If ക്ലോസിലാണ് വന്നിരിക്കുന്നത് അല്ലേ? if ക്ലോസിൽ നമുക്ക് ഇവിടെ എന്താണ് വരേണ്ടത്? മിസ്സാണ് തന്നിരിക്കുന്നത് അല്ലെ? മിസ്സിന്റെ ഏത് ഫോമാണ് വേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. if ക്ലോസിൽ തന്നിരിക്കുന്നത് ഇവിടെ മെയിൻ ക്ലോസിൽ തന്നിരിക്കുന്ന വുഡ് ഇല്ലേ, വുഡ് പ്ലസ് V1 ഫോം ആണ് തന്നിരിക്കുന്നത്. സോ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം? അതിന്റെ V2 ഫോം ആയിരിക്കണം അല്ലെ? അപ്പൊ മിസ്സിന്റെ V2 ഫോം വരുമ്പോൾ എന്ത് വരും? മിസ്ഡ് വരും. വാട്ട് വുഡ് ദ ഗേൾ ഡു ഇഫ് ഷീ മിസ് ദ ട്രെയിൻ? അവൾ ആ ട്രെയിൻ മിസ് ചെയ്താൽ അവൾ എന്ത് ചെയ്തേനെ എന്നുള്ളതാണ്. അപ്പൊ മിസ്ഡ് ആണ് ഇവിടെ, V2 ഫോം ആണ് വേണ്ടത്. വെർബിന്റെ V2 ഫോം ആണ് ഇവിടെ, V1 ഫോം ആണ് വന്നിരിക്കുന്നത്. വുഡ് അല്ലെ, വുഡ് പ്ലസ് V1 ആണ്. സോ ആൻസറിലേക്ക് വരുമ്പോൾ V2 ഫോം ആണ് വരുന്നത്. ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേർഡ് എക്സ്ട്രാവാഗന്റ്. എക്സ്ട്രാവാഗന്റ് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞതാണ്. ലാവിഷ് ആയിട്ട് ജീവിക്കുന്നവരെ അല്ലെ, അതിനെയാണ് നമ്മൾ എക്സ്ട്രാവാഗന്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാവാഗന്റ് ലാവിഷ് ആണ്. Fill up with the correct phrasal verb. The public meeting was dash because of bad weather. Bad weather കാരണം പബ്ലിക് മീറ്റിംഗ് എന്ത് ചെയ്തിട്ടുണ്ടാകും? ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും. ക്യാൻസലിന്റെ എന്താണ് നമ്മൾ ഫ്രേസൽ വെർബായിട്ട് പഠിക്കുന്നത്? കോൾ ഓഫ് ആണ് അല്ലെ? സോ ഇവിടെ ആൻസർ എന്ത് വരും? കോൾഡ് ഓഫ്. ദ പബ്ലിക് മീറ്റിംഗ് വാസ് കോൾഡ് ഓഫ് ബിക്കോസ് ഓഫ് ബാഡ് വെദർ ആണ് വരേണ്ടത്. Rewrite the sentence using a single word instead of the phrase in italics. ഏതാണ്? The teacher said the boys was incapable of being corrected. അവരെന്താണ്? കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ ഹി മിസ്ബിഹേവ്ഡ് റിപ്പീറ്റഡ്ലി അല്ലെ, അവരെന്താണ്? എപ്പോഴും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പറയുന്ന ഒറ്റ പദമാണ് എന്ത്? ഇൻകൊറിജിബിൾ എന്ന് പറയുന്നത്. ഇൻകൊറിജിബിൾ എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്? എന്താണ്? അവരെ ഒരിക്കലും നമുക്ക് എന്താണ് തിരുത്താൻ പറ്റാത്ത കുട്ടികളാണെന്ന് പറയത്തില്ല, അതിനെയാണ് നമ്മൾ ഇൻകൊറിജിബിൾ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ അൺകറക്റ്റബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മീനിങ് ആണ്. ഇൻകൊറിജിബിൾ എന്ന് പറയുമ്പോഴും രണ്ട് മീനിങ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അൺബെയറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? സഹിക്കാൻ പറ്റാത്ത. ഇറ്റ്സ് അൺബെയറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത. ഡിസൊബീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും അനുസരിക്കാത്ത കുട്ടികളെയാണ് അല്ലെ, ഡിസൊബീഡിയൻ ആണ്. നമ്മൾ അനുസരണശീലം ഇല്ലാത്തവരാണ്. നമുക്കൊരിക്കലും അവരെ കറക്റ്റ് ചെയ്യാം, അവരൊരിക്കലും ഇൻകേപ്പബിൾ ആണ് അല്ലെ, നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഇൻകൊറിജിബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം എന്താണ്? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫിൽ ഇൻ ദ അല്ലെ, ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്താണെന്നത്. സ്കൂൾ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡാഷ് ദ സ്റ്റുഡൻസ് ഹു ഹാവ് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിങ്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയൊക്കെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൗൺസിലിംഗ് ചെയ്യുമായിരിക്കും അല്ലെ. അവിടെ അത് ഏത് കൗൺസിലാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഓൾറെഡി നമ്മളിത് പഠിച്ചിട്ടുണ്ട്. കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നമുക്ക് വേണ്ടത്. കൗൺസിൽ അല്ലെ, കൗൺസിലിംഗ് ചെയ്യുക എന്നുള്ളത് ഇവിടെ SEL ആണ്. എന്താണ് CILS എന്ന് പറയുന്നത്? നമ്മൾ കൗൺസിൽ ചെയ്തില്ല, അഡ്വൈസറി ബോഡി പറയത്തില്ല, ആ ഒരു കൗൺസിൽ, അതിനെയാണ് നമ്മൾ കൗൺസിൽ I വെച്ച് പറയുന്നത്. കൗൺസിൽ ഇതാണ് COUNSELS ആണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നതിന്. ഒരാൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിന് SELS ആണ് പഠിക്കേണ്ടത്. അതൊന്ന് കറക്റ്റ് നോക്കണം. അങ്ങനെ ചോദിക്കാറുണ്ട്. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളല്ല, സെയിം നമുക്ക് വായിക്കുമ്പോൾ ഒരേപോലെ തോന്നുന്ന കുറേ വേർഡ്സുകളില്ലേ, അങ്ങനെയുള്ള കാര്യം. ഇപ്പൊ ഡിസീസ് നമ്മൾ പറയാറുണ്ട്, നോർമലി നമ്മൾ പറയുന്നതാണ് ഡിസീസ്. ഓക്കെ, ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസുഖമാണ്, ഇൽനെസ് ആണ്. ഇനി ഈ ഡിസീസ് എന്താണ്? C വരുവാണെങ്കിൽ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ S ആണ്, ഇവിടെ C ആണ്. മീനിങ് തന്നെ മാറും. ഈ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഡെത്ത് ആണ്, മരണത്തെയാണ് പറയുന്നത്. അതേപോലെ തന്നെ വരുന്നൊരു വാക്കാണ് കൗൺസിൽ. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫ്രേസ് ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ടു റിവീൽ ദ സീക്രട്ട് ആണ്, രഹസ്യം പുറത്തറിയിക്കുക എന്നുള്ളതാണ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ടു റിവീൽ എ സീക്രട്ട്. ഓക്കെ. റെഡ് ലെറ്റർ ഡേ എന്താണ്? റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ, റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഡേ ആണ് അല്ലെ. ഇമ്പോർട്ടൻ്റ് ഡേനെയാണ് നമ്മൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാപ്പി ഡേ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇംഗ്ലീഷും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മലയാളമാണ്. ശരിയായ പദം ഏതാണ് ശരിയായ പദം? അഭിവാഞ്ച. അഭിവാഞ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്. അഭിവാഞ്ച എന്ന് പറയുമ്പോൾ എന്താണ്? ഞ്ഞും ചായയും കൂടി ചേർന്നാണ് അഭിവാഞ്ച എന്ന് പറയുന്നത്. ഓക്കെ. അഷ്ടമി എങ്ങനെയാണ് അഷ്ടമി എഴുതുന്നത്? അഷ്ടമി ടായാണ് കേട്ടോ വരേണ്ടത്, അഷ്ടമിയാണ് വരേണ്ടത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാം അസ്തിത്വം എങ്ങനെയാണ് എഴുതേണ്ടത്? അസ്തിത്വം ആണ്. നമ്മൾ ഇത് വെച്ച് പറയാറുണ്ട് ചിലപ്പോൾ, ഈ സ്തി എഴുതും, അതല്ല വേണ്ടത്, ഇങ്ങനെയാണ് അസ്തിത്വം എഴുതേണ്ടത്. അസ്തിത്വം.
ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. സാധനങ്ങൾ വിൽക്കുന്നയാളെ പറയുന്ന പേരാണ് എന്ത്? വിക്രേതാവ് എന്ന് പറയും. എന്താണ്? സാധനങ്ങൾ വിൽക്കുന്ന ആളെ പറയുന്ന പേരാണ് വിക്രേതാവ്. അങ്ങനെ നമ്മൾ കുറേ ഒറ്റപ്പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ക്രോധത്തോട് കൂടിയവൻ ആരാണ്? ക്രുദ്ധനാണ്. ക്രുദ്ധൻ. ക്രോധത്തോട് കൂടിയവൻ ക്രുദ്ധൻ. പിന്നെ കുലത്തെ ത്രാണനം ചെയ്യുന്നവളാണ് ആര്? കളത്രം അല്ലെ. കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ കളത്രമാണ്. വേദം അഭ്യസിച്ചവനെ എന്താണ് പറയുന്നത്? വൈദികൻ എന്ന് പറയും. വേദം അഭ്യസിച്ചവൻ വൈദികനാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. മോക്ഷം ആഗ്രഹിക്കുന്നയാളെ എന്ത് പറയും നമ്മൾ? മുമുക്ഷു എന്ന് പറയും. മുമുക്ഷു, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു ആണ്. എന്താണ്? പഠിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ അതിനെ പിപ്പട്ടിഷ എന്ന് പറയും. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിനെ എന്ത് പറയും? അത് പിപ്പട്ടിഷു എന്ന് പറയും അല്ലെ. അതേപോലെ കാണാനുള്ള ആഗ്രഹമാണെങ്കിൽ അതിനെ ദിദൃക്ഷ എന്ന് പറയും. കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിനെ ദിദൃക്ഷു എന്ന് പറയും. ഓക്കെ, വ്യാകരണം അറിയുന്നവനാണെങ്കിൽ അവനാണ് ആര്? വൈയാകരണൻ. വ്യാകരണം അറിയുന്നവനെ പറയുന്ന പേരാണ് വൈയാകരണൻ. ഓക്കെ, പിന്നെ നമ്മൾ നോർമലി പഠിക്കുന്നതാണ്. പുത്രന്റെ ഭാര്യയാണെങ്കിൽ എന്ത് പറയും? സ്നുഷ. അതേപോലെ പുത്രന്റെ പുത്രനാണെങ്കിൽ എന്താണ്? അത് പൗത്രനാണ്. പുത്രന്റെ പുത്രിയാണെങ്കിലോ അത് പൗത്രിയാണ് അല്ലെ. പുത്രന്റെ പുത്രനാണെങ്കിൽ പൗത്രനും, പുത്രന്റെ പുത്രിയാണെങ്കിൽ അത് പൗത്രിയുമാണ്. മകളുടെ മകളാണെങ്കിലോ? മകളുടെ മകളാണെങ്കിൽ അത് ദൗഹിത്രിയാണ്. ഓക്കെ, മകളുടെ മകനാണെങ്കിലോ അത് ദൗഹിത്രനാണ്. ദൗഹിത്രൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കുതിര എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത്. കുതിര. കുതിര നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. എന്താണ് കുതിരയുടെ പര്യായം അല്ലാത്തത്? അസിതമാണ്. അസിതം അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ വാജി എന്ന് പറഞ്ഞാൽ കുതിരയാണ്. തുരകം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. ഗോടകം എന്ന് പറഞ്ഞാലും എന്താണ്? കുതിരയാണ്. ശാർദൂലം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ശാർദൂലം. ശാർദൂലം എന്ന് പറയുന്നത് കടുവയാണ്. കടുവ. ഓക്കെ, നിരാമയം എന്നതിന്റെ വിപരീത പദം. നിരാമയം ഓപ്പോസിറ്റ് ആണ് വിനിമയം. നിരാമയം എന്താണ്? വിനിമയമാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് വിപരീതം നമുക്ക് നോക്കിയാലോ. നമ്മൾ പഠിച്ച കുറച്ചുണ്ടല്ലോ. അണിയം എന്താണ് വിപരീതം എന്ന് പറയുന്നത്? അമരം. അണിയം ഓപ്പോസിറ്റ് ആണ് അമരം എന്ന് പറയുന്നത്. അധമം ഓപ്പോസിറ്റ് എന്താണ്? അധമം ഉത്തമം. അധമം ഓപ്പോസിറ്റ് ആണ് ഉത്തമം എന്ന് പറയുന്നത്. പിന്നെ എന്ത് പറയാം? ഔചിത്യം. ഔചിത്യം ഓപ്പോസിറ്റ് എന്താണ്? അനൗചിത്യം. അനൗചിത്യമാണ് ഔചിത്യത്തിന്റെ ഓപ്പോസിറ്റ് വരേണ്ടത്. കാമ്യം. കാമ്യം ഓപ്പോസിറ്റ് എന്താണ്? നിഷ്കാമ്യം. കാമ്യം നിഷ്കാമ്യം. ഓക്കെ, ഘാടം. ഘാടം എന്താണ്? ഘാടം എന്ന് പറയുന്നത് ശിഥിലമാണ്. ശിഥിലം. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം ഓപ്പോസിറ്റ് ആയിട്ട്? അഗ്രജൻ. അഗ്രജൻ ഓപ്പോസിറ്റ് എന്താണ്? അവരജൻ അല്ലെ. ജ്യേഷ്ഠനും അനിയനെയുമാണ് പറയുന്നത്. അവരജൻ. അഗ്രജൻ അവരജനാണ്. പിന്നെ എന്താണ്? ഉന്മീലനം. ഉന്മീലനം എന്താണ് ഓപ്പോസിറ്റ് വരേണ്ടത്? നിമീലനം. ഉന്മീലനം നിമീലനമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അബദ്ധം പ്രവർത്തിക്കുക എന്ന ശൈലി. അബദ്ധം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? കാട് കാട്ടുക. അതിനെയാണ് നമ്മൾ അബദ്ധം പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അതേപോലെ കൈ കടിക്കുക. അതും എന്താണ്? അബദ്ധം ചെയ്യുക, അബദ്ധം പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ കഴുത്തിൽ കയറിടുക. അതെന്താണ്? അതും അബദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പിന്നെന്താണ്? വീണെടുത്ത് കിടന്നുരുളുക. അതും എന്താണ്? അബദ്ധം പറ്റിയിട്ട് നമ്മളെ സമ്മതിച്ചു തരാത്ത അവസ്ഥയില്ല, അതിനെയാണ് നമ്മൾ വീണെടുത്ത് കിടന്നുരുളുക എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഉറിയിൽ കയറ്റുക. അതും എന്താണ്? നമ്മളെ പറ്റിച്ച് നമ്മൾ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കില്ലേ, അതിനെയാണ് നമ്മൾ ഉറിയിൽ കയറ്റുക എന്ന് പറയുന്നത്. തലമുടി എന്ന പദത്തിന് സമാനമായ പദമാണ് എന്ത്? കുന്തളം. ഓക്കെ, തലമുടിക്കാണ് കുന്തളം എന്ന് പറയുന്നത്. അപ്പൊ തലമുടിയുടെ പര്യായ പദങ്ങൾ പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ്? കേശമുണ്ട്, നമ്മൾ നോർമലി പറയുന്നതാണ് അല്ലെ. കേശമുണ്ട്. വേണിയുണ്ട്. കേശം, വേണി, ചിഗുരം, അതേപോലെ കുഴല്, കുന്തളം, പിന്നെ ശിരോജം. ഇതെല്ലാം എന്താണ്? തലമുടിക്കുള്ള പര്യായ പദങ്ങളാണ്. ചേർത്തെഴുതുക. നെല് പ്ലസ് മണി എന്താണ്? നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ട് അല്ലെ. നെല് പ്ലസ് മണി എന്താണ്? നെന്മണിയാണ്. കൂട്ടത്തിൽ പെടാത്തത്. കൂട്ടത്തിൽ പെടാത്തത് കേമൻ, കേമി. നമുക്കറിയാം അതിന്റെ എന്താണ് അവിടെ വരേണ്ടത്? കേമൻ, കേമി. നമുക്ക് നോർമലി നമുക്കതിന്റെ സ്ത്രീലിംഗം പുല്ലിംഗമാണെന്ന് നമുക്കറിയാം. അടുത്ത എന്താണ്? തടിനി. തടിനിയുടെ എന്ത് വരും? തടിയൻ. തടിനി, തടിയൻ എന്ന് പറയുന്നത് എന്താണ്? തടിയൻ നമുക്ക് ഓക്കെയാണ് അല്ലെ. അപ്പൊ എന്താണ് തടിനി എന്ന് പറയുന്നത്? തടിനി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നദിയെ പറയുന്ന പേരാണ് എന്ത്? തടിനി എന്ന് പറയുന്നത്. നദിയുടെ പര്യായമാണ്
തടിനി. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ആങ്ങള, പെങ്ങൾ, അതും സ്ത്രീലിംഗം പുല്ലിംഗമാണ്. അവനവൾ, ഇത് വായിക്കുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 8000 പിരിച്ചെഴുതുക. എന്താണ്? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. n പ്ലസ് 1000 ആണ് 8000 എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. വിൺ പ്ലസ് 6 എന്താണ്? വിണ്ണാറ്. വിണ്ണാറ് എന്താണ്? വിൺ പ്ലസ് 6. ഓക്കെ. അതേപോലെ കൾ പ്ലസ് ഇ എന്താണ്? കൾ പ്ലസ് ഇ കൂട്ടി വായിച്ചു നോക്കിക്കേ, എന്ത് വരും? കള്ളി. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യമേത്? ഇത് കുട്ടികൾക്കും കൂടി അറിയാം. അങ്ങനെ നമ്മൾ പറയൂ, ഇത് കുട്ടികൾക്കും കൂടി അറിയാമെന്ന് പറയുമ്പോൾ കുട്ടികൾക്കും വന്നു, കൂടി എന്നുള്ളതും വന്നു. അപ്പൊ രണ്ടും കൂടി നമുക്ക് വേണ്ട. ഇത് കുട്ടികൾക്കും അറിയാം അല്ലെ, അത്രയും മതി. അവർ ഓരോ വീട് തോറും കയറി. ഈ ഓരോയും വന്നു വീട് തോറും എന്ന് പറയുന്നതും രണ്ടും ഒരേ മീനിങ് ആണ്. അപ്പൊ അവിടെയും വേണ്ട. ഏതാണ്ട് 15ഓളം അങ്ങനെ നമ്മൾ പറയില്ല അല്ലെ. ഏതാണ്ടും വരും, ഓളം രണ്ടും തമ്മിൽ എന്താണ് നമ്മൾ കണക്ട് ചെയ്ത് പറയില്ല. ഏതാണ്ട് 15 പുസ്തകം വാങ്ങി അല്ലെങ്കിൽ എന്ത് മതി? 15ഓളം പുസ്തകം വാങ്ങി എന്ന് മതി. ഏതാണ്ട്, ഓളം രണ്ടും ഒരേ മീനിങ് ആണ്, വരില്ല. ഓരോ തോറും അതും ഒരേ മീനിങ് ആണ്. കുട്ടികൾക്കും കൂടി രണ്ടും കൂടി ഒരുപോലെ വരില്ല. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമ്മൾ അങ്ങനെ ഡെയിലി ബൂസ്റ്റർ ഏകദേശം 60 ദിവസത്തോളം കംപ്ലീറ്റ് ആയി. അതായത് 60 ക്വസ്റ്റ്യൻ പേപ്പറിന് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്